പ്രൈസ് ദി ലോർഡ്. യോഹന്നാനുണ്ടായ വെളിപ്പാട് 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ തിരുവെഴുത്ത്. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിനകത്ത് വെളിപ്പാട് പുസ്തകത്തിന്റെ മാത്രം പ്രത്യേകതകളിൽ ഒന്ന്, പ്രാരംഭത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇത് വായിച്ചു കേൾപ്പിക്കുന്നവൻ, കേൾക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഭാഗ്യവാന്മാരാണ്. പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ ദൈവത്തിലെ സാക്ഷ്യപ്പെടുത്തുക, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാണ്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നു, ദൈവം നിന്നെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പത്മോസിന്റെ ഏകാന്ത തടവറയ്ക്കകത്ത് മരണം തന്നെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിലെ എല്ലാ ശുശ്രൂഷകളും അവസാനിച്ചു. ഇനി ഒന്നും ചെയ്യുവാനില്ല. തന്റെ ചുറ്റും വിഷജീവികൾ കൊന്നുകൂടി കിടക്കുകയാണ്. അസ്ഥിക്കൂമ്പാരങ്ങളല്ലാതെ കൂട്ടിന് മറ്റൊന്നുമില്ല. പത്മോസ് എന്ന് പറയുന്ന ഏകാന്ത തടവറയ്ക്കകത്ത് അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ശുശ്രൂഷകൾ അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇത് സ്വർഗത്തിന്റെ ഒരു ചലനം. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനാകുന്ന അപ്പോസ്തലനായ യോഹന്നാൻ ആത്മവിവശനായി തന്നോട് സംസാരിച്ച ശബ്ദമേത് എന്ന് കേൾപ്പാൻ തിരിഞ്ഞപ്പോൾ ഇതാ തന്നോട് സംസാരിച്ച ശബ്ദത്തെ കേൾക്കുന്ന അപ്പോസ്തലനായ യോഹന്നാൻ താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായി തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഇന്ന് ഈ മെസ്സേജിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, പത്മോസ് എന്ന് പറയുന്ന ദ്വീപിനകത്ത് ഏകാന്തത അനുഭവിക്കുന്ന, മരണമല്ലാതെ മറ്റൊന്നും മുന്നിലില്ലാത്ത, തന്റെ ജീവിതത്തിലെ ശുശ്രൂഷകളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന അപ്പോസ്തലനായ യോഹന്നാന് തന്റെ ശുശ്രൂഷ ജീവിതത്തിനകത്തെ ഏറ്റവും വലിയ ശുശ്രൂഷകളിൽ ഒന്ന് ദൈവം ചെയ്തെടുക്കുവാൻ നിയോഗിച്ച ഏകാന്തതയുടെ സ്ഥലമായിരുന്നു പത്മോസ്. എങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, നിന്റെ ശുശ്രൂഷ മണ്ഡലത്തിനകത്ത് ആരൊക്കെ നിന്നെ ഒതുക്കുവാൻ നോക്കിയാലും, മുന്നോട്ട് വിടില്ല എന്ന് പറയുന്ന ശത്രു സൈന്യം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നാലും, കൂട്ടുവിശ്വാസികളാകട്ടെ കൂട്ടു ദൈവദാസന്മാരാകട്ടെ ആരൊക്കെ നിന്നെ ചവിട്ടി അമർത്താൻ നോക്കിയാലും, പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത്, പത്മോസിന്റെ കഷ്ടതയ്ക്കകത്ത് ആരാധിക്കുവാൻ തയ്യാറായ, കർത്തൃദിവസത്തിൽ ആത്മവിവശനാകാൻ തയ്യാറായ യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലന് തന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ദൈവം നിയോഗിച്ച സ്ഥലമാണ് പത്മോസിന്റെ ഏകാന്തതയെങ്കിൽ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, നിന്നോട് ദൂത് പറയുക. ആരൊക്കെ നിന്നെ ഒതുക്കുവാൻ നോക്കിയാലും, ആരൊക്കെ നിന്റെ ശുശ്രൂഷക്ക് വെല്ലുവിളി ഉയർത്തുവാൻ നോക്കിയാലും, ഒരുവനുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. അവൻ ഇറങ്ങി വരുന്ന ഒരു കർത്താവാണ്. നിന്നെ കരം പിടിച്ച് നിന്നെ കൂടെ നടത്തുന്ന ഒരു കർത്താവാണ്. ആ കർത്താവ് പറയുക, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ എന്നേക്കും ജീവിക്കുന്നവനാ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള, അധികാരങ്ങൾ മുഴുവനുള്ള ഒരു കർത്താതി കർത്തൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് ഈ മെസ്സേജിലൂടെ എന്നെ കേൾക്കുമ്പോൾ വെല്ലുവിളി ഉയർത്തുന്ന, നിന്നെ തകർക്കുമെന്ന് വാദിക്കുന്ന, ശുശ്രൂഷയിൽ മുന്നോട്ട് വിടില്ലെന്ന് വാദിക്കുന്ന ശത്രുവിന്റെ വലിയ പോരാട്ടത്തിന്റെ നടുവിൽ പത്മോസിന്റെ ഏകാന്തതയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഇന്ന് നിന്നെ വിളിക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്തൊരു റെവലേഷൻ തരുവാൻ, ഒരു വെളിപ്പാടിന്റെ സീസൺ ഓപ്പൺ ചെയ്യുവാൻ അവൻ തയ്യാറായി
നൽകിയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം നിന്നെ വലയം ചെയ്യട്ടെ. ഒരു വെളിപ്പാടിന്റെ സീസൺ നിനക്ക് ഓപ്പൺ ആയി വരട്ടെ. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിനകത്ത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ചില വാതിലുകൾ തുറന്നു വരട്ടെ. ആത്മശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നിന്നെ പൊതിയട്ടെ. ഇന്നത്തെ ദിവസം ഈ മെസ്സേജിലൂടെ നിനക്ക് അനുഗ്രഹമായി തീരട്ടെ. God bless you. Amen.